38 വർഷം മുമ്പ് ഡെൻകെയർ തുടങ്ങുന്ന സമയത്ത് തന്നെ നിരുത്സാഹപ്പെടുത്താൻ ആളുകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ വ്യവസായം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബിയുണ്ട്, നോർത്ത് ഇന്ത്യൻ ലോബി. ഞാൻ നമ്മുടെ എംപ്ലോയീസിനോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു പല്ലുണ്ടാക്കി കൊടുക്കുമ്പോൾ ആർക്കുണ്ടാക്കി കൊടുത്താലും അത് ദൈവത്തിന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം. ഡെൻകെയർ വന്നതിന് ശേഷമാണ് ഡെന്റിസ്ട്രിയിൽ ഇത്രമാത്രം ഡെന്റൽ ലാബിന് പ്രാധാന്യമുണ്ടെന്നും അത് തുല്യ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഡെന്റൽ ലാബ് എന്നുള്ളൊരു തിരിച്ചറിവ് ഡോക്ടേഴ്സിനും അതുപോലെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ബോധ്യമാകാൻ ഇടവന്നത്. ഫാദർ ഓഫ് ഡെന്റൽ ലാബ് എന്നുള്ള ആ പേരിന് ഞാൻ അർഹനാണെന്ന് തന്നെയാണെന്ന് എൻ്റെ ചിന്ത. ഇപ്പോൾ സാധാരണ ആളുകൾ ഒരു പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റിനെ മറക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. വന്ന വഴി മറന്നുപോയാൽ ഞാൻ ഒരുപക്ഷെ അഹങ്കരിക്കാനിടയുണ്ട്. നാട്ടിലെ ആളുകളെല്ലാം ഞങ്ങളെ വിളിച്ചിരുന്നത് പ്രാന്തൻ കുര്യാക്കോന്റെ മക്കൾ എന്ന് വിളിക്കും. നമസ്കാരം. ലെറ്റ്സ് ടോക്കിന്റെ ഇന്നത്തെ അതിഥി പരിശ്രമം കൊണ്ട് എത്ര വലിയ വിജയവും സ്വന്തമാക്കാമെന്ന് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു സംരംഭകനാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലോകശ്രദ്ധ ആകർഷിച്ച ഡെൻകെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ വനിതാ ദിനമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, നമുക്ക് അത് വെച്ച് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഡെൻകെയറിലെ 80% വനിതാ ജീവനക്കാരാണുള്ളത്. എനിക്ക് തോന്നുന്നു വനിതാ ജീവനക്കാർക്ക് അത്രയും അവസരം നൽകുന്ന മറ്റ് സ്ഥാപനങ്ങൾ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡെൻകെയറിലെ ഇത്രയും വനിതാ ജീവനക്കാർക്ക് അവസരം നൽകിയതിന് പിന്നിലെ പ്രചോദനം എന്താണ്? ഡെൻകെയറിന്റെ തുടക്കകാലങ്ങളിൽ വനിതാ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭാര്യയും ചേട്ടൻ്റെ ഭാര്യയും അനുജൻ്റെ ഭാര്യയും എല്ലാം ഇവിടെ പല്ലുണ്ടാക്കാൻ വന്നതോടുകൂടി ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, ഞങ്ങളെക്കാൾ ഭംഗിയായിട്ട് പല്ലുണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ചിന്ത. തുടർന്ന് ഏതാനും ചില സ്ത്രീകളെയും കൂടെ ജീവനക്കാരായി എടുക്കാൻ ഇടവന്നു. ആ സമയത്തെല്ലാം വ്യക്തിപരമായി അവരോട് സംസാരിക്കാൻ, അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തെല്ലാം സംസാരിക്കാൻ ഇടവന്നപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ യാതന, അവരുടെ കുടുംബത്തിലെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ഞാൻ അടച്ചാരെയും പുരുഷന്മാരെ ആക്ഷേപിക്കുകയല്ല, പല കുടുംബങ്ങളിലും പല ഭർത്താക്കന്മാരും മദ്യപിക്കുന്നു, കുടുംബത്തിൽ വേണ്ട രീതിയിൽ ഉത്തരവാദിത്വത്തോടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നില്ല. അങ്ങനെയെല്ലാം വന്നപ്പോൾ ഈ ജോലി കിട്ടുന്നത് അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമാണെന്നൊരു ചിന്ത. മാത്രമല്ല ആദ്യ സമയങ്ങളിൽ ജോലിക്ക് വന്നവരിൽ നിന്നുള്ള അവരുടെ ആ അഭിവൃദ്ധി, അവരുടെ കുടുംബത്തിൽ വന്നതായ ഐശ്വര്യം, അതെല്ലാം കണ്ടപ്പോൾ കൂടുതൽ സ്ത്രീ ജീവനക്കാരെ, ലേഡീസിനെ അപ്പോയിൻ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇടവന്നു. അങ്ങനെയാണ് ഡെൻകെയറിൽ ഇന്ന് മാനുഫാക്ചറിങ് യൂണിറ്റിൽ 80%-ലേറെ സ്ത്രീ സാന്നിധ്യം വരാനിടയായത്. സാർ ഇപ്പോൾ പറഞ്ഞു സാറിന്റെ ഭാര്യ, ചേട്ടന്റെ ഭാര്യ, ഇവരൊക്കെ വെച്ചാണ് തുടക്കം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാപനം ഇത്രയും ഉയർച്ചയിൽ എത്തി നിൽക്കുമ്പോൾ സഹോദരങ്ങള് ഡയറക്ടേഴ്സാണ്, മറ്റു ബന്ധുക്കളൊക്കെ സ്ഥാപനത്തിലുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് കമ്പനിക്കുള്ളിലെ സ്ഥാപനത്തിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബന്ധങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞാൽ ഗേറ്റിന് പുറത്ത് നിർത്തും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ജീവനക്കാരാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്ന് വരുമ്പോഴും വന്നാൽ അപ്പോൾ തന്നെ പഞ്ച് ചെയ്യണം. ഞാൻ ശമ്പളം മേടിച്ചാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും ശമ്പളമാണ്, എല്ലാ ഡയറക്ടേഴ്സിനും ശമ്പളമാണ്, എല്ലാവർക്കും ശമ്പളം. എനിക്കുണ്ട്, ഭാര്യയ്ക്കുണ്ട്, എൻ്റെ മോനുണ്ട്, എല്ലാവരും ശമ്പളം മേടിച്ചാണ് ജീവിക്കുന്നത്. ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, ഒരു അച്ചടക്കമുള്ള ഒരു ജീവനക്കാരായി എല്ലാവരും നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത. അതുകൊണ്ട് ബന്ധങ്ങളും സ്വന്തവും ബന്ധവുമില്ല ആളുകളെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും പ്രത്യേകിച്ച് അവർക്കൊരു പരിഗണന കിട്ടുകയോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് അവരെ കണക്കാക്കുകയോ ചെയ്യുന്നില്ല. ഇവിടെ എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ചിന്ത. നാനാമതത്തിലുള്ള ആളുകളുണ്ട്. ഇവിടെ അകത്ത് മതം പറയാൻ പാടില്ല. ഇവിടെ എല്ലാവരും മനുഷ്യരായിട്ട് എല്ലാവരെയും കാണുന്നു. അതിനകത്ത് പ്രത്യേകത ഒന്നുമില്ല. എല്ലാവരും ഡെൻകെയർ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ രീതിയിലാണ് തുടക്കകാലം മുതൽ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡെൻകെയറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിൽ തന്നെ 4000-ലധികം സ്റ്റാഫുകളുണ്ട്. ഇത് മൂവാറ്റുപുഴയിലെ മാത്രമാണ്. ഇത് കൂടാണ്ട് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഒരുപാട് മനുഷ്യരെ, ഒരുപാട് സ്റ്റാഫുകളെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റാഫുകളുടെ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എന്ത് പോളിസിയാണ്, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? സ്റ്റാഫിനെ മാനേജ് ചെയ്യുക പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ഒട്ടും പ്രയാസകരമായൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഞാൻ MBA പഠിക്കുകയോ
അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പരിശീലനം നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏറ്റവും പരമപ്രധാനമായ കാര്യം, ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത, അഥവാ ഞങ്ങളുടെ കമ്പനി മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാൾ വിചാരിച്ചാൽ 2 3 പല്ല് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ദിവസം 5000-ഓളം പല്ലുകൾ ഉണ്ടാക്കി വിടണം. അപ്പോൾ ആ ജീവനക്കാരില്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് വളരാൻ കഴിയില്ല, ഉയരാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു, ന്യായമായി അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നു. ഞങ്ങൾ അഥവാ കമ്പനി ഡെൻകെയർ വളരുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവനക്കാരും വളരണം എന്നുള്ള ആ ഒരു നിശ്ചയം ഞങ്ങളുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് സ്റ്റാഫിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്രയൊരു പ്രയാസമുള്ള കാര്യമായിട്ട് ഇന്നുവരെയും തോന്നിയിട്ടില്ല. ഇപ്പോൾ ജീവനക്കാരുടെ പ്രാധാന്യം പറഞ്ഞു. ഇപ്പോൾ സപ്പോസ് സാർ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഇവിടെ ഇല്ല, സാറിനെ ഫോണിൽ അവൈലബിൾ അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അതെങ്ങനെയാണ് ഡെൻകെയറിനെ ബാധിക്കുന്നത്? അത് ഒരു രീതിയിലും ഡെൻകെയറിനെ ബാധിക്കില്ല. അത്രയുമല്ല, ഇത്രയൊരു കടത്തി പറഞ്ഞാൽ ഞാൻ നാളെ അങ്ങ് ഇല്ലാതെയാവുകയാണെങ്കിൽ പോലും ഒരിക്കലും അത് ഡെൻകെയറിനെ ബാധിക്കില്ല. ഡെൻകെയറിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ ഒരു രീതിയിലും ബാധിക്കാത്ത വണ്ണം എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഡെൻകെയർ ഒരിക്കലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല പോകുന്നത്. ഡെൻകെയറിനെല്ലാം വ്യക്തമായൊരു ഭരണ സംവിധാനമുണ്ട്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രം ആശ്രയിച്ച് ഈ സ്ഥാപനം മുമ്പോട്ട് പോയാൽ, നാളെ ഞാൻ ഇല്ലാണ്ടായാൽ ഈ സ്ഥാപനം നിന്ന് പോവില്ലേ? അതൊരിക്കലും വരരുതെന്നുള്ള നിർബന്ധം ഈ അടുത്ത കാലത്ത്, അതായത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2020 അത് വ്യക്തമായി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയും എല്ലാ അധികാരങ്ങളും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയും അവർ തന്നെ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യാൻ ഇടയായി. അതുകൊണ്ട് ഒരു ഭരണ സംവിധാനം വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എല്ലാം. അദ്ദേഹത്തിനാണ് എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. 25ഓളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 25ഓളം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവരെല്ലാം ഓരോരുത്തരും സിഇഒയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഓരോ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ നോക്കാനാണെങ്കിൽ ഒരു ശ്രീജിത്ത് ഉണ്ട്, അദ്ദേഹം അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഓരോ രംഗത്തും അതിനതിൻ്റെതായ ആളുകളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടുന്ന് മാറി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഡെൻകെയറിന് ഒരു രീതിയിലും സുഗമമായ പ്രവർത്തനത്തിന് ഒരു പ്രയാസം നേരിടില്ല. കാരണം ഒരു സിസ്റ്റം ഡ്രിവൻ കമ്പനി ആയിട്ടാണ് ഇന്ന് ഡെൻകെയർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് പ്രതിസന്ധി സാഹചര്യത്തെ നേരിടാൻ പ്രാപ്തമാക്കിയാണ് ഡെൻകെയറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. 2020 വലിയ പ്രതിസന്ധി വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ ഒരിക്കലും കരകയറി പോരില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നതായ സാഹചര്യമുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ പാഠങ്ങൾ പഠിച്ച് എല്ലാം അതിനു മുമ്പ് വരെ വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു ഡെൻകെയർ. ഓരോ വ്യക്തികളിൽ ആശ്രയിച്ച് മാത്രം നിന്നിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, കമ്പനി എല്ലാം സിസ്റ്റം ഡ്രിവനാണ്. ഓക്കെ, ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തെ കാര്യം പറഞ്ഞു. അതുപോലെ ഈ ഡെൻകെയറിൻ്റെ വളർച്ചയിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഡെൻകെയറിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ ഡെൻകെയറിനെ സംബന്ധിച്ചിടത്തോളം, ജോൺ കുര്യാക്കോ സാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം, ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം, ഇതേക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഈ ജോലിക്കാർ, ഞങ്ങളുടെ ജീവനക്കാരിങ്ങനെ അവർ ഞങ്ങളുടെ തന്നെ ബസ്സിൽ ഇറങ്ങിയിട്ട് നടന്നു ഇങ്ങോട്ട് കമ്പനിയിലേക്ക് കയറി വരുന്ന അത് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വലിയ സന്തോഷം തോന്നാറുണ്ട്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് കൊതിച്ച് ആഗ്രഹിച്ച്, ദൈവമേ എനിക്കൊരു ജോലി കിട്ടുമോ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അപ്പോൾ ആ ജോലിയുടെ പ്രാധാന്യം എനിക്കറിയാം. അതുകൊണ്ട് ഇത്രയും പേർക്ക് ജോലി കൊടുക്കാനിടയായത് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഞങ്ങളുടെ എംപ്ലോയീസ് ആരെങ്കിലും പുതിയ കാറ് മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ, അവരേറ്റവും വില കൂടിയ കാറ് മേടിക്കുമ്പോൾ അറിയാതെ മനസ്സിൽ വലിയ സന്തോഷം വരും. അതിലുപരി പേഷ്യൻസ്, ഞങ്ങൾ പല്ലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ചില അഭിപ്രായങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഡോക്ടേഴ്സ് അതിമനോഹരമായിരുന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിൽ അതിയായ സന്തോഷം തോന്നാറുണ്ട്. കൂടുതൽ സന്തോഷം സാറിനായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരിക്കലും ജീവിതത്തിൽ ഉയരില്ലെന്ന് ചിന്തിച്ചിരുന്ന് അങ്ങ് നിരാശപ്പെട്ട്, ഒരിക്കലും 15ാമത്തെ വയസ്സ് വരെ ജീവിതത്തിൽ സ്വപ്നമില്ലാതിരുന്ന് ജീവിതത്തിന് എന്ത് അർത്ഥമെന്ന് ചിന്തിച്ചിരുന്നൊരു മനുഷ്യന് ദൈവത്തിൻ്റെ അത്ഭുത കരുണയാൽ ഇത്രയൊക്കെ ഉയരാനിടയായപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ആ ഒരു സംതൃപ്തി തീർച്ചയായിട്ടും അത് സന്തോഷം തരുന്നതാണ്. ഡെൻകെയറിൻ്റെ തുടക്കം മുതൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം നേരിട്ടാണ് ഇവിടം വരെ എത്തിയത്. 38 വർഷം മുമ്പ് ഡെൻകെയർ തുടങ്ങുന്ന സമയത്ത് തന്നെ നിരുത്സാഹപ്പെടുത്താൻ ആളുകൾ ഉണ്ടായിരുന്നു.
ആരും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് പറയുന്നില്ല. എൻ്റെ പഴയ യജമാനായിരുന്ന ഡോക്ടർ റെജി മാത്യു എന്നെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ ചിലർ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാമല്ലോ, തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എൻ്റെ അപ്പനൊരു മുഴുവൻ ഭ്രാന്തനായിരുന്നല്ലോ. അതുകൊണ്ട് ഇത്രയും വലിയ ലോണൊക്കെ എടുത്ത് ഇത്രയും റിസ്ക് എടുത്തൊരു സ്ഥാപനം തുടങ്ങുന്ന ഒരു വാർത്ത കേട്ടപ്പോൾ ചിലരെല്ലാം പറഞ്ഞു അവർ ഇത് നശിക്കാൻ പോവാണ്. മാത്രമല്ല അപ്പൻ്റെ മാതിരി മോനും എന്തോ കാര്യമായി തകരാറുണ്ടെന്നെല്ലാം പറഞ്ഞ് ഏത് വിധേന ഇതിനെ തടയാൻ നോക്കിയതെല്ലാം ഒരു പ്രതിബന്ധം തന്നെയായിരുന്നു. ഇപ്പോൾ ഡെൻകെയറിനെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡെൻകെയറിൽ നിന്ന് മലിനജലം ഒഴുക്കി വിടുന്നു എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആരോപണം ഉണ്ടായ സമയത്ത് പുറത്തേക്ക് ഒഴുക്കി വിടുന്ന വെള്ളത്തിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് കുടിച്ച് സാറ് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളതാണോ? എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അത് ഒരു കൂട്ടം ആളുകൾ ഓടിക്കേറി ഇങ്ങ് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഇവിടുന്ന് മലമൊഴുക്കി വിടുകയാണ്, ഈ ഓടയിലേക്ക് മലമൊഴുക്കി വിടുകയാണെന്നെല്ലാം പറഞ്ഞാണ് അവർ വന്നത്. ആ കൂട്ടത്തിൽ സൂര്യ ടി വിയുടെ ക്യാമറാമാനും അവൻ്റെ ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരിക്കലും ഡെൻകെയർ അങ്ങനെ ചെയ്യുകയില്ല, ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഓടയിലേക്ക് ഒഴുക്കി വിടരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, ഞങ്ങളുടെ വെള്ളം ഇതാണ് ഇന്നതാണെന്ന് പറഞ്ഞ് ഞാൻ എടുത്തത് വായിൽ കൊണ്ട് കുലുക്കൊഴിഞ്ഞ് കാണിച്ചതെല്ലാം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. പൊതുവെ നമ്മുടെ ആളുകൾക്കൊരു ധാരണയുണ്ട്, ഒരു വലിയ ബിൽഡിംഗ് എവിടെയെങ്കിലും കെട്ടിപ്പൊക്കിയാൽ അഥവാ ഒരു കുറേ അധികം ജീവനക്കാർ ജോലിക്ക് വന്നാൽ അവിടുന്ന് മാലിന്യം അങ്ങ് ഒഴുക്കി വിടുകയാണ് എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഡെൻകെയറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം ആളുകൾക്ക് എല്ലാം വന്ന് പരിശോധിക്കാനും നോക്കാനും എല്ലാം ഉള്ള ഞങ്ങളെല്ലാം തുറന്ന വാതിൽ പോലെ, എല്ലാം തുറന്ന പുസ്തകം പോലെ ഞങ്ങളുടെ ജീവിതമായതുകൊണ്ട് ആർക്കും വരാം, ആർക്കും പരിശോധിക്കാം. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ സൂര്യ ടി വിയിൽ അപ്പോൾ തന്നെ ഒരു പ്രസ്താവന കൊടുത്തു, ഏത് പൗരപ്രമുഖർക്കും വരാം, ആർക്ക് വേണേലും വരാം. മാത്രമല്ല മറ്റേ ഈ ഇതിൻ്റെ അധികാരികൾക്ക്, മുനിസിപ്പൽ അധികാരികൾക്ക് വരാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾക്ക് വരാം, പൗരപ്രമുഖന്മാർക്ക് വരാം, അതല്ലെങ്കിൽ ഈ നാട്ടിലുള്ള കുടുംബ യൂണിറ്റുകളിലുള്ള ആളുകൾക്ക് അവർക്ക് വരാം, ആര് വേണേലും വന്ന് പരിശോധിക്കാം, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടും ആ കാലങ്ങളിൽ അതൊന്നും വേണ്ട രീതിയിൽ അവർ അത് വിശ്വസിച്ചില്ല. ഈ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഏതാണ്ട് ഒരു 90ഓളം ആളുകൾ വലിയ ജാഥയായിട്ട് നടന്ന് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഉജാലയുടെ ഒരു ചീത്ത വെള്ളം എടുത്ത് അതിനകത്ത് ഉജാലയൊക്കെ ഒഴിച്ച് ഈ വെള്ളം ഡെൻകെയറിൽ നിന്ന് ഒഴുക്കി വിടുന്നതാണെന്നെല്ലാം പറഞ്ഞ് കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് മുനിസിപ്പാലിറ്റിയുടെ അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്തു. പക്ഷേ ഞങ്ങൾ എല്ലാവർക്കും വന്ന് നോക്കാം, പരിശോധിക്കാം, വേണമെങ്കിൽ ഇതിങ്ങനെ ഇവിടെ സ്ഥലം മുഴുവൻ ഇങ്ങനെ വെട്ടിക്കീറി പരിശോധിക്കാം, അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിലുണ്ടായിരുന്ന പലരും വന്ന് ഇവിടെ ഒന്ന് പരിശോധിക്കാൻ ഇടയാകുകയും പിന്നീട് അവർ താഴെ നിന്നിട്ട് അയ്യോ അവർക്ക് അബദ്ധം പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ കണ്ണ് നിറഞ്ഞ് എന്നോട് സംസാരിച്ചതെല്ലാം മറക്കാനാവാത്ത അനുഭവമായിട്ട് ഇന്നെൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കലും ഡെൻകെയറിനെ സംബന്ധിച്ച് ഏതാണ്ട് 4.5 കോടി രൂപയോളം മുടക്കി STP സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതൊരു ദിവസം ഒന്ന് കാണേണ്ടതാണ്. ഈ ഞങ്ങൾ കൈ കഴുകുന്ന വെള്ളം പോലും ഇവിടെ ഏറ്റവും താഴെയാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ ഫെസിലിറ്റി. ആ കൈ കഴുകുന്ന വെള്ളം പോലും ഏറ്റവും മുകളിൽ ഞങ്ങളുടെ STP പ്ലാന്റിൽ അടിച്ച് കയറ്റി അവിടെ ക്ലീൻ ചെയ്ത് ഞങ്ങളുടെ ഫ്ലഷ് ടാങ്കിൽ ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന വെള്ളങ്ങൾ ഇവിടെ ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്നു. പിന്നീടും ബാക്കി വരുന്ന വെള്ളങ്ങൾ നേരെ എതിർവശത്താണ് എൻ്റെ വീട്, അവിടെ ചെടി നനയ്ക്കാനും അതുപോലെയുള്ള കൃഷിക്ക് ഉപയുക്തമാക്കി തീർക്കുന്നു. ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വിടണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഡെൻകെയറിൽ നിന്ന് ഒരു രീതിയിലുള്ള മാലിന്യങ്ങളും ഒരിക്കലും വരരുത്, പുറത്ത് വിടരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഒരു പേപ്പർ പോലും ഒരിക്കലും വേണ്ടിയിട്ട് കത്തിക്കാറില്ല. ആ പേപ്പർ കൊടുക്കാനായിട്ട് നമ്മുടെ KELൻ്റെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന അതിനുള്ളൊരു സംവിധാനമുണ്ട്. ഞങ്ങൾ എല്ലാ മാസവും ഓരോ ലോഡ് എല്ലാം ആ വേസ്റ്റ് അവിടെ കൊണ്ടുപോയാണ് ബ്രഹ്മപുരത്ത് പ്ലാന്റിലേക്കാണ് കൊടുത്തു വിടുന്നത്. ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടായ കാര്യം പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ബിസിനസ്സുകാർക്ക് പറ്റിയ സ്ഥലമല്ല കേരളം എന്നുള്ള കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അത് സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് അതേക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ കഴിഞ്ഞ 38 വർഷത്തെ അനുഭവത്തിൽ ബിസിനസ്സിന് ഇത്രയും പറ്റിയ വേറൊരു സ്ഥലമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുമാത്രം നല്ല ഇൻഡസ്ട്രികൾ ഇവിടെയുണ്ട്, പക്ഷെ പലരും ആ ഇൻഡസ്ട്രിയെ ഉയർത്തി കാണിക്കുന്നില്ല. അവിടെ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അതിന് വലിയ വാർത്തയാക്കാനായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ എപ്പോഴും
അവർ അതിനകത്ത് ശ്രദ്ധാലുക്കളാകാറുണ്ട്. എന്നാൽ എവിടെയെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല ബിസിനസ് ഉയർന്നു വരുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 38 വർഷമായല്ലോ, എന്നിട്ട് നാളിതുവരെ ഒരു പ്രശ്നം പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജീവനക്കാരുടെ ഇടയിൽ നിന്ന് എത്ര നല്ല സഹകരണത്തോടെയുള്ള പെരുമാറ്റം. പലരും പറയും കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല, ഇവിടെ വ്യവസായം തുടങ്ങാൻ പാടില്ല, ഇവിടുത്തെ ആളുകൾ, പ്രധാനമായിട്ടും ഇവിടുത്തെ ആളുകൾ എന്നും പ്രശ്നക്കാരാണ്, ഇവിടെ സമരം ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമൂഹം, അതിൽ നമ്മൾ കുടുങ്ങിപ്പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ ഞാനത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവാദ പ്രസ്താവനയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോർത്ത് ഇന്ത്യൻസിനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഇതിൻ്റെ പിന്നിൽ കേരളത്തിൽ വ്യവസായം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബിയുണ്ട്, നോർത്ത് ഇന്ത്യൻ ലോബി. നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങൾ വന്നാലല്ലേ നമ്മുടെ നാടിന് അഭിവൃദ്ധി വരികയുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ, പൊതുസമൂഹത്തോട് പറയുകയാണെങ്കിൽ, ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് കേരളം വ്യവസായത്തിന് പറ്റിയ ഒരു സ്ഥലമല്ല എന്ന് പറയരുതെന്നാണ് നിർബന്ധമായി ഞാൻ ആവശ്യപ്പെടുന്നത്. എന്തുമാത്രം വ്യവസായങ്ങൾ ഇവിടെ ഉണ്ട്, എന്തെല്ലാം. ഞാനതൊന്നും എല്ലാം ഉയർത്തി പറയുന്നില്ല. ഞങ്ങളുടെ അനുഭവത്തിൽ ഈ കേരളത്തിലെ മനുഷ്യർ എത്ര നല്ല ആളുകളാണ്. ഞങ്ങൾക്ക് സ്ഥാപനം ഇവിടെ മാത്രമല്ല ഉള്ളത്. ഞങ്ങൾക്ക് ചെന്നൈയിൽ യൂണിറ്റ് ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദുണ്ട്, കൊൽക്കത്തയിലുണ്ട്, മുംബൈയിലുണ്ട്, ഡൽഹിയിലൊരു യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോറിലും ചണ്ഡീഗഡിലും യൂണിറ്റ് ഉണ്ട്. കാലിക്കട്ടിൽ 2 മാസം മുമ്പ് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതാത് സ്ഥലങ്ങളിലുള്ള എംപ്ലോയീസിനെ തന്നെ അവിടുന്ന് തന്നെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് അവിടെ ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. കേരളത്തിലെ മുഴുവൻ മലയാളികൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെ നിന്നുള്ള ആളുകൾ ജോലി ചെയ്യുന്നു. ഞാൻ അവരെയും കുറ്റപ്പെടുത്തി പറയുകയാണെന്ന് ചിന്തിക്കരുത്. ഇവരെ എല്ലാം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലെ മനുഷ്യരോളം നല്ലവരായ മനുഷ്യരെ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രമാത്രം നല്ലവരാണ് കേരളത്തിലെ മനുഷ്യർ. പിന്നെ ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. കാരണം അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് അവർ ജോലി ചെയ്തോളും. എന്നാൽ ഇവിടെ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ന്യായമായ അർഹതപ്പെട്ട ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന രീതിയിലുള്ള മിനിമം വേതനം കൊടുക്കാനും അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനും നാം വ്യവസായികൾ അഥവാ സംരംഭകർ എന്നും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, എൻ്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിൽ, അതോ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറുമായിരുന്നു. ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അവർക്ക് 9 മണിക്കൂർ ഡ്യൂട്ടി, അതിനകത്ത് 1 മണിക്കൂർ അവർക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനുമായിട്ടുണ്ട്. 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുക. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് മാനുഫാക്ചറിങ്ങുള്ളവർ 8.5 മണിക്കൂറാണ് ആകെയുള്ളൂ. അതിനകത്ത് 7.5 മണിക്കൂറേ ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് അർഹതപ്പെട്ടതായ PF, ESI, അതുപോലെ ബോണസ്, ഗ്രാറ്റുവിറ്റി, അതുപോലെ ഒരു വർഷം ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന അവധികൾ, അവരുടെ കാഷ്വൽ ലീവ്സ്, അതെല്ലാം നമ്മൾ കൊടുക്കാൻ നമുക്കതിനകത്തുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ഹോളിഡേയിൽ ഒരു എംപ്ലോയി വന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇരട്ടി ശമ്പളം കിട്ടാൻ അർഹതയുണ്ട്. മാത്രമല്ല ഒരു ദിവസം എക്സ്ട്രാ ലീവും കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ നാം തയ്യാറായാൽ തീർച്ചയായിട്ടും കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന്, അല്ലെങ്കിൽ വ്യവസായത്തിന് പറ്റിയ ഒരു സ്ഥലമല്ലെന്ന് പറയുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഡെൻകെനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ, അതോ സപ്പോർട്ടീവായിട്ടായിരുന്നു സർക്കാരുകൾ നിലനിന്നിരുന്നത്? ഞങ്ങൾക്ക് ഒരിക്കലും പറയത്തക്കതായ ഒരു പ്രയാസവും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും പൊളിറ്റീഷ്യൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെല്ലാവരോടും ഒരു സമദൂര സിദ്ധാന്തം, അതാണ് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ പൊളിറ്റീഷ്യൻസിനോടുമുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഞാൻ ഒരു പ്രത്യേക പൊളിറ്റിക്സിൽ അങ്ങനെ പ്രവർത്തിക്കുന്നയാളോ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും 4 വാക്ക് പറയുന്നയാളോ അല്ല. എനിക്ക് എല്ലാവരോടും ഒരേപോലെ തന്നെയാണ്. ആര് ഏത് കാര്യം നല്ലത് ചെയ്താലും നല്ലതാണെന്ന് തന്നെ പറയാൻ എനിക്ക് അല്പം പോലും അതിനകത്ത് പ്രയാസമില്ല. ഉള്ളതുപോലെ പറയുന്നു. കഴിഞ്ഞ 38 വർഷമായിട്ട് നാളിതുവരെ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം.
ഇപ്പോഴത്തെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മുൻ ഗവൺമെൻറ്റോ ഒന്നും ഒരു പ്രയാസവും ഞങ്ങൾക്കുണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം നമുക്ക് ചുറ്റും ഒരുപാട് സംരംഭങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സംരംഭത്തിൻ്റെ വളർച്ചയിലെ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നൽകുന്നതിൻ്റെ പ്രാധാന്യം, അതുപോലെ സാമൂഹിക പ്രതിബദ്ധത തുടരേണ്ടതിൻ്റെ ആവശ്യം, അതേക്കുറിച്ചൊന്ന് പറയാമോ? ക്വാളിറ്റി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി എന്ന് ആ ഒരൊറ്റ വാക്കിൽ പറയുമ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഉണ്ട്, ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ഉണ്ട്, അത് കൃത്യസമയത്ത് സർവീസ് ചെയ്തത് കറക്റ്റ് സമയത്ത് പറയുന്ന സമയത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതുണ്ട്. ഇതെല്ലാം ക്വാളിറ്റിയിൽപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ എല്ലാറ്റിലും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി. മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒന്നും ഒരിക്കലും ഒരു റോ മെറ്റീരിയൽ ഉപയോഗിക്കരുതെന്ന് ഡെൻകെയറിന് എന്നും നിർബന്ധമുണ്ടായിരുന്നു. തുടങ്ങിയ ഒന്നാമത്തെ ദിവസം മുതൽ ഇന്ന് വരെയും അത് നിലനിർത്തിപ്പോരുന്നു. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും ഡെൻകെയർ തുടങ്ങിയത്. അന്നും ആ ലക്ഷ്യമില്ല, ഇന്നും ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് ഡെൻകെയറിന് ഒരിക്കലും ആവശ്യത്തിന് ഓർഡേഴ്സ് ഇല്ലാതെ വന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ ശരിക്കും വന്ന് തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെയും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്നും ധാരാളം ഓർഡറുകളുണ്ട്. ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു വർക്കുണ്ട്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 500-ലേറെ മാർക്കറ്റിംഗ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ മാർക്കറ്റിംഗ് എംപ്ലോയീസ് എത്തിച്ചേരുന്നുണ്ട്. അവിടെ നിന്നെല്ലാം നമുക്ക് ഓർഡേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇന്ന് ലോകത്തിൽ 1-ാം സ്ഥാനത്ത്, ക്വാളിറ്റിയിൽ 1-ാം സ്ഥാനത്താണ്. 28ഓളം രാജ്യങ്ങളിലേക്ക് നാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ എംപ്ലോയീസിനോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു പല്ലുണ്ടാക്കി കൊടുക്കുമ്പോൾ ആർക്കുണ്ടാക്കി കൊടുത്താലും അത് ദൈവത്തിനുണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം. ദൈവത്തിനൊരു പല്ലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കി കൊടുക്കണേ, അതുപോലെ തന്നെ ചെയ്യാവൂ എന്ന് എപ്പോഴും ഞാൻ ഓർപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ക്വാളിറ്റിക്കുള്ള പ്രാധാന്യം ഏറ്റവും പരമപ്രധാനം തന്നെയാണ്. അപ്പോൾ സാമൂഹിക ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ സാമൂഹികമായിട്ടുള്ള പിന്തുണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധത ഒരു സ്ഥാപനം തുടരേണ്ടതിൻ്റെ ആവശ്യം എന്തോരമാണ്? തീർച്ചയായിട്ടും സ്ഥാപനങ്ങൾ ഉണ്ടായാലല്ലേ ആ സമൂഹത്തിൽ അഥവാ പുതിയ പുതിയ സംരംഭങ്ങൾ ഉയർന്നു വന്നാലല്ലേ നാടിന് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നതിനെ എന്നും നാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഡെൻകെയർ തുടങ്ങിയ കാലത്ത് കേവലം 6 ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 4394 എംപ്ലോയീസ് ഉണ്ട്. മൂവാറ്റുപുഴയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ. എന്നാൽ ഏതാണ്ട് ഒരു 3500-ൽ കൂടുതൽ ആളുകൾ മൂവാറ്റുപുഴ തന്നെയാണ്. അപ്പോൾ ഇത്രയും പേർക്ക് പ്രത്യക്ഷമായി ജോലി കൊടുക്കുന്നു, പരോക്ഷമായി അതിനെ തുടർന്ന് ഏതെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പ്രയോജനം ഈ നാട്ടിൽ ലഭിക്കുന്നു. ഒരു മാസം ശമ്പള ഇനത്തിൽ തന്നെ ഏതാണ്ട് 12 കോടി രൂപയോളം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം പണവും ഇവിടെ ഈ മൂവാറ്റുപുഴ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. പലരും ഇപ്പോൾ ഇവിടെ ഓരോ സമയത്തും ഓണം, ക്രിസ്മസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 8-ാം തീയതി വനിതാ ദിനത്തോടനുബന്ധിച്ച് തന്നെ ഇവിടുത്തെ ലേഡീസ് എല്ലാം ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നത്. അവരത് ഒരുമിച്ച് തീരുമാനിച്ചു. ഈ പ്രദേശങ്ങളിലുള്ള കടകളിൽ നിന്നെല്ലാം അവർ ഉണ്ടായിരുന്ന പിങ്ക് എല്ലാം അവർ തന്നെ വാങ്ങിച്ചെടുത്തു. അതെല്ലാം നല്ലതല്ലേ? തീർച്ചയായിട്ടും സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്ഥാപനം വരുമ്പോൾ എല്ലാ രീതിയിലും അഭിവൃദ്ധിയിലേക്ക് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രതിബദ്ധതയോടുകൂടി തന്നെ വേണമല്ലോ മുമ്പോട്ട് പോകാനായിട്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഒരു ബിസിനസ് വളർച്ചയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ചെറിയ ടൗണുകളിൽ നിന്ന് മാറി മേജർ സിറ്റികളിലേക്ക് അവരുടെ മേജർ പ്ലാന്റുകൾ മാറ്റുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അതേ സംബന്ധിച്ച് ഡെൻകെയറിനെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴയിൽ തന്നെയാണ് ഇപ്പോഴും ഡെൻകെയറിന്റെ മേജർ പ്ലാന്റ്. അത് എന്തുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്? അതുപോലെ എപ്പോഴെങ്കിലും മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ മേജർ പ്ലാന്റ് മാറ്റണം എന്നൊരു പ്ലാൻ ഉണ്ടോ?